വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ മത്സരം വൈകുന്നു. മഴ മൂലം ഇതുവരെ ടോസ് ചെയ്തിട്ടില്ല. നവി മുംബൈയിലെ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ചാറ്റൽ മഴ തുടരുകയാണ്. കന്നിക്കിരീടം ലക്ഷ്യമിട്ടാണ് ഇരു ടീമുകളും നേർക്കുനേർ എത്തുന്നത്. മഹേഷ് പോലൂരുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകാനായി. മഹേഷ്, സ്വപ്ന കിരീടം ലക്ഷ്യമിട്ടാണ് ടീം ഇന്ത്യ ഇന്ന് ഇറങ്ങുന്നത്. നോക്കൂ, 2005-ലെയും 2017-ലെയും ഒരു മധുര പ്രതികാരം കിടപ്പുണ്ട്. അന്ന് ഫൈനലിൽ എത്തിയിട്ടും കിരീടം നേടാൻ നമ്മൾക്കായില്ല. അപ്പോൾ അതിന്റെ ഒരു മധുര പ്രതികാരം ഇത്തവണ വീട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ ടീം ഇറങ്ങുന്നത്. ടോസ് വൈകുകയാണോ ഇപ്പോഴും? എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? മറ്റൊന്ന്, ഈ ടീമുകളുടെ ഒരു ഇത് പറയുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്ക 8 മത്സരത്തിൽ 5 ജയം തേടിയാണ് വരുന്നത്. ഇന്ത്യ ആകട്ടെ 8 മത്സരത്തിൽ 4 ജയവും തേടിയാണ് എത്തിയത്. അപ്പോൾ മത്സരത്തിന്റെ ഒരു ക്രമം എങ്ങനെയായിരിക്കും? നമുക്ക് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ കഴിയുക? അജി, ഇപ്പോഴും ടോസ് ഇടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് മുംബൈയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം. മുംബൈ DY പാട്ടീൽ സ്റ്റേഡിയം, നവി മുംബൈയിലാണ്. DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്. 3 മണിക്ക് ടോസ് ഇടാനുള്ള ഒരു സാധ്യത നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ 2:42 കൂടി വീണ്ടും മഴ കനത്തു. ഇപ്പോഴും ആ കനത്ത മഴ ഒന്ന് ശമിച്ച് നേരിയ മഴയിലേക്ക് മാറിയിട്ടുണ്ട് എന്നല്ലാതെ മഴയ്ക്ക് കുറവില്ല. അല്പസമയം മുൻപ് 3 മണിയോടുകൂടി പിച്ച് റിപ്പോർട്ട് അല്ലെങ്കിൽ മത്സരത്തിന് മൈതാനം യോഗ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അപ്പോഴും നമ്മൾ കണ്ടത് മാച്ച് അമ്പയർമാരുൾപ്പെടെ കുട ചൂടിയാണ് മൈതാനത്തേക്ക് വരുന്നത്. നേരത്തെ ഈ മത്സരത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴും ഈ മൈതാനത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണിച്ചപ്പോഴും സ്റ്റേഡിയത്തിനകത്ത് ആളുകൾ കുട ചൂടി നിൽക്കുന്നത് തന്നെയാണ് നമ്മൾ കാണുന്നത്. മഴ കുറഞ്ഞിട്ടില്ല. കുറെ കൂടി സമയം നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇന്നലെ തന്നെ മഴ സാധ്യത പറഞ്ഞു. ഇന്ന് രാവിലെയും ഒക്കെ ഇന്ന് വൈകിട്ട് 80% മഴ പെയ്യാനുള്ള സാധ്യത, അതായത് മഴ പെയ്യാനുള്ള സാധ്യത 80% ഉണ്ട് എന്നുള്ളത് കാലാവസ്ഥാ നിരീക്ഷകരൊക്കെ പറഞ്ഞിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ മഴ വരുന്നത്. പക്ഷെ വൈകിട്ടോടുകൂടി നേരിയ മഴയ്ക്ക് കുറവുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടോസിലേക്ക് പോയിട്ടില്ല. അല്പസമയത്തിനകം അല്ലെങ്കിൽ കുറച്ചുകൂടി സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷേ ഒട്ടും ക്ഷമയില്ലാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ ലോകകപ്പിൽ മുത്തമിടുന്നത് കാണാൻ തന്നെയാണ്. കാരണം 2005-ലും 2017-ലും നേരത്തെ അജി പറഞ്ഞതുപോലെ തന്നെ 2005-ൽ ഓസ്ട്രേലിയയോടും 2017-ൽ ഇംഗ്ലണ്ടിനോടും ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു. മിത്താലി രാജായിരുന്നു അന്ന് നമ്മുടെ ക്യാപ്റ്റൻ. അതിനുശേഷം വീണ്ടും ഒരു ലോകകപ്പിലേക്ക് ഇന്ത്യ, ഫൈനലിലേക്ക്, കലാശപ്പോരിന് ഇന്ത്യ എത്തുകയാണ്. അപ്പോൾ വലിയ പ്രയാസമുള്ള ഈ മഴ നമുക്ക് വീണ്ടും ഒരു വില്ലനെ എത്തുകയാണ്. ഇപ്പം